നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PSCയെ കരിവാരി തേക്കരുത്, അന്വേഷണത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി. പാർട്ടി കോടതി വേണ്ടെന്ന് പ്രതിപക്ഷം. മോദി പുടിൻ ചർച്ച, റഷ്യൻ സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ ധാരണ. യുക്രൈനിൽ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യൻ മിസൈൽ ആക്രമണം, 36 പേർ കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് വീണ്ടും കോളറ. തിരുവനന്തപുരത്ത് 11 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു, 16 പേർക്ക് രോഗലക്ഷണം. യൂറോ കപ്പിൽ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ. വാർത്തകൾ വിശദമായി. PSC അംഗത്വം കിട്ടാൻ ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന ആരോപണം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗൗരവമേറിയ ആരോപണമാണിതെന്നും മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് യുവ നേതാവ് പണം കൈപ്പറ്റിയത് എന്നാണ് പുറത്തുവരുന്ന വിവരമെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഇത്തരം പണം വാങ്ങുന്ന ആളുകൾ പാർട്ടിയിൽ ഉണ്ട് എന്നത് ഗൗരവകരമാണെന്നും സതീശൻ പറഞ്ഞു. ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വയ്ക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് മേടിച്ചിട്ടാണ് വെക്കുന്നത്. എന്തൊരു അപമാനകരമായ കാര്യമാണ്! ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ്. നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമൊന്നും അല്ലത്. നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണെങ്കിൽ സാർ അങ്ങനെ ഇടപെടല്ലേ? അങ്ങനെ ഇടപെടല്ലേ? പ്ലീസ് സാർ, ഇത് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണെങ്കിൽ ഞങ്ങളെ ഇടപെടാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ്. ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ. ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങളത് പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല? നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു, MLA പേര് പറഞ്ഞ്, മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളതെന്റെ ഭരണത്ത് കൊണ്ടുവച്ചു, ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു. നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ? ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ? ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ സാർ? അടിയന്തരമായി നടപടി സ്വീകരിച്ച് PSC അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം. ഇതിൽ അടിയന്തരമായ അന്വേഷണം നടത്തി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പുറകിൽ ഇത്തരം കോക്കസുകൾ പല രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സബ്മിഷൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അടിയന്തരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം. PSC അംഗത്വം ലേലത്തിൽ വെക്കുന്നു. ഇതാദ്യ സംഭവമല്ല. ഇനി എന്ത് വിശ്വാസ്യത? CPM-ലെ ആഭ്യന്തര കാര്യമല്ല ഇത് പാർട്ടി കാര്യം പോലെ കൈകാര്യം ചെയ്യുകയാണ്. എന്തുകൊണ്ട് പരാതി പോലീസിന് കൈമാറുന്നില്ലെന്ന് ചോദിച്ച അദ്ദേഹം ഇത് പാർട്ടി കോടതിയല്ല തീരുമാനിക്കേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ രാജ്യത്തെ ഏറ്റവും സുതാര്യമായ സ്ഥാപനമാണ് PSC എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. ഇതുവരെ കമ്മീഷനെതിരെ ആരോപണം ഉണ്ടായിട്ടില്ല. അംഗങ്ങളുടെ നിയമനം സുതാര്യമാണ്. മാധ്യമ വാർത്ത അല്ലാതെ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിയമനത്തിൽ തെറ്റായ രീതിയില്ലെന്നും ഉറപ്പിച്ചു പറയാം. നിയമിച്ചവരെക്കുറിച്ച് ഒരാക്ഷേപം ഉയർന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട. PSCയെ ഇതിന്റെ പേരിൽ കരിവാരി തേക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴ ആരോപണം ഇപ്പോൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. അതേസമയം PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം പൂർണ്ണമായി നിഷേധിച്ച് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം മാത്രം. കോഴ വിവാദത്തെക്കുറിച്ച് അറിയില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ എഴുതി തന്നേക്കൂ, അന്വേഷിക്കാമെന്നും P. മോഹനൻ പറഞ്ഞു. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് പാർട്ടി പ്രവർത്തകൻ പ്രമോദ് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും പാർട്ടി സെക്രട്ടറി M. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിനും പറഞ്ഞ സംഭവമാണ് ഇന്ന് മോഹനൻ അറിയില്ലെന്ന് പറഞ്ഞത്. ഹോമിയോ ഡോക്ടർക്ക് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. പരാതി ഉയർന്നതോടെ പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു. സംഭവം വിവാദമാകുന്നതിന് മുൻപ് പണം തിരികെ നൽകി ഒതുക്കിയെന്നാണ് വിവരം. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾക്കോ സർക്കാർ നീങ്ങിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റിനെതിരെ അത് ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായ നടപടിയെടുക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. അതൊക്കെ കോൺഗ്രസിൻ്റെ രീതിയാണ്, കോൺഗ്രസിൻ്റെ ശൈലിയാണ്, കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതൊന്നും ഞങ്ങൾക്കോ LDF-നോ ഈ സർക്കാരിനോ ബാധകമായിട്ടുള്ളതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ്
തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. തിങ്കളാഴ്ച പുടിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴാണ് മോദി ഇക്കാര്യം ധരിപ്പിച്ചത്. തുടർന്ന് ഇവരെ സൈന്യത്തിൽ നിന്ന് വിട്ടയക്കാനും നാട്ടിലേക്ക് തിരിച്ചയക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് പുടിൻ അറിയിക്കുകയായിരുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകേണ്ടി വന്ന 2 ഇന്ത്യക്കാർ മരിച്ചിരുന്നു. ഒട്ടേറെ പേർ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. 20-ലേറെ ഇന്ത്യക്കാരാണ് ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായി റഷ്യയുടെ യുദ്ധമുഖത്തെത്തിപ്പെട്ടത്. മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. അത്താഴ വിരുന്നിനിടെ 3ാം തവണയുമുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് പുടിൻ മോദിയെ അഭിനന്ദിച്ചു. റഷ്യൻ സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുത്തു. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും. 2019 പ്രഖ്യാപിച്ച പുരസ്കാരമാണിത്. റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി മോദി ഇന്ന് പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. തിങ്കളാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി മോസ്കോയിലെത്തിയത്. മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മെൻഡ്രോവ് മോദിയെ സ്വീകരിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ റഷ്യ സന്ദർശന വേളയിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നത്. അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ളയാളെ മോദിയെ സ്വീകരിക്കാൻ റഷ്യ നിയോഗിച്ചത് ശ്രദ്ധേയമായി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി. യുക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രി അടക്കം തകർത്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനിടെ മോദി നടത്തിയ സന്ദർശനത്തിലാണ് വിമർശനം. റഷ്യൻ ആക്രമണത്തിൽ 37ഓളം പേർ മരിച്ചിരുന്നു. റഷ്യൻ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയതെന്ന് സെലൻസ്കി വിമർശിച്ചു. വീണ്ടും കേരളീയം പരിപാടി നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ വർഷം ഡിസംബറിലാകും കേരളീയം പരിപാടി നടത്തുക. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു പരിപാടി നടത്തിയത്. പരിപാടിയുടെ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷത്തെ കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എല്ലാം സ്പോൺസർഷിപ്പിലെന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയായിരുന്നു കേരളീയം. പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയില്ല. ഏറ്റവും ഒടുവിൽ നിയമസഭയിലും ചോദ്യമുയർന്നെങ്കിലും പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപയാണ്. 7 കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത്. ആദ്യ ദിനം ശോഭനയുടെ നൃത്തം 8 ലക്ഷം രൂപയാണ് ഇതിന് നൽകിയത്. 2ാം ദിനം മുകേഷ് MLAയും GS പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ സർക്കാർ കണക്കിൽ നൽകിയത് 8,30,000 രൂപ. കവിതകൾ കോർത്തിണക്കി കാവ്യ 23 എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവ് 40,500 രൂപയാണ്. 5ാം ദിനം KS ചിത്രയുടെ ഗാനമേള സർക്കാർ നൽകിയത് 2,50,000 രൂപ. കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് 3,80,000. സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് 1,19,000 രൂപയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത്. ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും M ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജയം ഷോയാണ്. സമാപന ദിവസം നടന്ന പരിപാടിക്ക് 9,90,000 രൂപയാണ് അനുവദിച്ചത്. 2ാം ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമിട്ട മണിപ്പൂരിന്റെ മണ്ണിലേക്ക് മനുഷ്യ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി. മണിപ്പൂരിലെ സ്ഥിതി മാറിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും എത്തിയതെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നത് വേദന ഉളവാക്കുന്നുവെന്ന് പറഞ്ഞ രാഹുലിന്റെ മുന്നിൽ കലാപത്തിന്റെ ഇരകൾ ദുരിതത്തിന്റെ കെട്ടഴിച്ചു. കുക്കി മെയ്തേ മേഖലകളിലെത്തിയ രാഹുലിനെ അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കലാപം കൈകാര്യം ചെയ്ത രീതിക്കെതിരായുള്ള പ്രതിഷേധം ഗവർണറെ അറിയിച്ചെങ്കിലും ഇക്കാര്യം രാഷ്ട്രീയവൽക്കരിക്കില്ല എന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടു. 200-ലേറെ പേർ കൊല്ലപ്പെടുകയും 1,00,000-ലധികം പേർ ഭവനരഹിതരാകുകയും ചെയ്ത കലാപം ആരംഭിച്ചിട്ട് 14 മാസമായെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല. കലാപം ആരംഭിച്ച ശേഷമുള്ള രാഹുലിന്റെ 3ാമത്തെ മണിപ്പൂർ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മണിപ്പൂർ അസം അതിർത്തിയിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ നടന്ന വെടിവെപ്പ് ആശങ്കയുണ്ടാക്കി.
രണ്ടുപേർ പിടിയിലായിട്ടുണ്ട്. അസമിലെ കച്ചാർ ജില്ലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് രാഹുൽ മണിപ്പൂർ കലാപത്തിലെ ഇരകൾ താമസിക്കുന്ന ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. തുടർന്ന് ചുരാചന്ദ്പൂരിലെയും ബിഷ്ണപൂരിലെയും മീറാങ്ങിലെയും ക്യാമ്പുകൾ സന്ദർശിച്ചു. ചുരാചന്ദ്പൂരിലെ കുക്കി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുലിനെ ഔട്ടർ മണിപ്പൂർ MP ആൽഫ്രഡ് ആർത്തർ അനുഗമിച്ചു. മെയ്തേ മേഖലകളിലെ സന്ദർശനത്തിൽ ഇന്നർ മണിപ്പൂർ MP ഡോക്ടർ ബിമൽ അക്കോജാം, മുൻ മുഖ്യമന്ത്രി ഇബാബ് സിംഗ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. യുക്രൈനിൽ കുട്ടികളുടെ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു, 154 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ കീവ് അടക്കം 5 നഗരങ്ങളെ ലക്ഷ്യമാക്കി 40ഓളം മിസൈലുകൾ ഉപയോഗിച്ചാണ് പകൽ സമയത്ത് റഷ്യ ആക്രമണം നടത്തിയത്. കീവിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രിയിലാണ് ഒരു മിസൈൽ പതിച്ചത്. താമസ സ്ഥലങ്ങളും പൊതുസ്ഥാപനങ്ങളും തകർക്കാനാണ് റഷ്യ ശ്രമിച്ചതെന്ന് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിച്ചു. ഇത്തരം നീചമായ ആക്രമണത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ മൗനം പാലിക്കരുതെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. യുക്രൈനിലെ പ്രതിരോധ സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നും ആക്രമണം വിജയകരമായിരുന്നുവെന്നുമുള്ള റഷ്യയുടെ പ്രതികരണം ലോകത്തെ കബളിപ്പിക്കാനാണെന്നും സെലൻസ്കി ആരോപിച്ചു. US-ലെ വാഷിംഗ്ടണിൽ 3 ദിവസത്തെ നാറ്റോ സമ്മേളനം ആരംഭിക്കുന്നതിൻ്റെ തലേന്നാണ് റഷ്യയുടെ ആക്രമണം. വിവിധതരം ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചു. ഹൈപ്പർസോണിക് മിസൈലുകൾ പതിച്ച് പല സ്ഥലങ്ങളിലും സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ പായുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രതിരോധിക്കാനാവില്ല. അതിനിടെ തങ്ങളുടെ ബോംബർ വിമാനം റാഞ്ചാൻ യുക്രൈൻ നടത്തിയ ശ്രമം പരാജയപ്പെടുത്തിയതായി റഷ്യൻ ചാരസംഘടനയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് പറഞ്ഞു. പണവും ഇറ്റാലിയൻ പൗരത്വം വാഗ്ദാനം ചെയ്ത് പൈലറ്റിനെ വശത്താക്കാനാണ് ശ്രമിച്ചത്. അതേസമയം വെടിനിർത്തൽ ചർച്ചാ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രയേൽ ടാങ്കുകൾ വീണ്ടും ഗാസ സിറ്റിയിൽ പ്രവേശിച്ചു. രാത്രി മുഴുവനും നീണ്ട ബോംബാക്രമണത്തിന് ശേഷമാണിത്. മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ ആയിരങ്ങൾ പലായനം ചെയ്തു. 24 മണിക്കൂറിനിടെ 40 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു, ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റു. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഇന്നലെ സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയത് അതിർത്തി കടന്നെത്തിയ ഭീകരരെന്ന് നിഗമനം. ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ ഭീകരർ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ കമാൻഡോ സംഘം വനമേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ മച്ചേടി മേഖലയിൽ വൈകിട്ടാണ് ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 5 ജവാന്മാർ വീരമൃത്യു വരിച്ചു, 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീരമൃത്യു മരിച്ചവരിൽ ഒരാൾ പോലീസുകാരനും ഉൾപ്പെടുന്നു. സൈന്യത്തിന്റെ കമാൻഡോ സംഘവും വനമേഖലയിൽ പെട്രോളിങ്ങിനായി അധികമായി നിയോഗിച്ച സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വാഹനത്തിന് നേരെ ഒളിച്ചിരുന്ന ഭീകരർ ആദ്യം ഗ്രനേഡ് എറിഞ്ഞു. സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ ഭീകരർ ഉണ്ടായിരുന്നതായിട്ടാണ് സംശയം. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മു മേഖലയിൽ ഈ മാസം നടക്കുന്ന 5ാമത്തെ ഭീകരാക്രമണമാണിത്. കഴിഞ്ഞ ദിവസം കുൽഗാമിലും രജൌരിയിലുമുണ്ടായ ഭീകരാക്രമണത്തിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. 6 ഭീകരരെയും സൈന്യം വധിച്ചു. സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 1 മാസത്തിൽ നടക്കുന്ന 5ാമത്തെ ഭീകരാക്രമണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തുറന്നടിച്ചു. പൊള്ളയായ പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളുമല്ല, ശക്തമായ നടപടികളാണ് പരിഹാരമെന്നും രാഹുൽ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ സ്ഥിതി നാൾക്കുനാൾ മോശമാകുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ആരോപിച്ചു. ഈ മാസം സംസ്ഥാനത്ത് നടക്കുന്ന 5ാമത്തെ ഭീകരാക്രമണമാണിത്. വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലും കൊണ്ട് ജമ്മു കാശ്മീരിൽ മോദി സർക്കാർ ദുരന്തമായി മാറിയെന്ന വസ്തുത മറയ്ക്കാനാകില്ല. പ്രശസ്തി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ദുരന്തമായി മാറുകയാണ്. ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു. ഭീകരതയ്ക്കെതിരെ രാജ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ഖർഗെ എക്സിൽ കുറിച്ചു. തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ 10 വയസ്സുകാരനായ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം കോളറ ലക്ഷണങ്ങളോടെ ഹോസ്റ്റലിലെ 26-കാരനായ മനു മരിച്ചിരുന്നു. എന്നാൽ മനുവിന് കോളറ സ്ഥിരീകരിക്കാനായിരുന്നില്ല. മനുവിൻ്റെ സ്രവ സാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കാനായിരുന്നുമില്ല.
10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് 10 വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കാരുണ്യ ഹോസ്റ്റലിലെ 16 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. ഇവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 6 മാസത്തിനിടെ 9 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 2017 അവസാന കോളറ മരണം സ്ഥിരീകരിക്കുന്നത്. കോളറ സ്ഥിരീകരിച്ചതിൽ DMA DHSന് റിപ്പോർട്ട് നൽകി. എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചതായി DMO അറിയിച്ചു. നിലവിൽ ഒരാൾക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ച 26-കാരന്റെ പരിശോധനാ ഫലത്തിൽ കോളറ സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും DMO പറഞ്ഞു. കാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസികൾക്ക് നിലവിൽ കോളറ പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടിക്ക് കോളറ ബാധിച്ചതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കായി നടത്തുന്ന ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് ജൂലൈ 12 ട്രയൽ റണ്ണിന്റെ ഭാഗമായി ആദ്യ മദർഷിപ്പ് എത്തുന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും. ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതായി തുറമുഖ മന്ത്രി VN വാസവൻ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത്. 11 എത്തുന്ന കപ്പൽ 12 വൈകിട്ട് 3 തുറമുഖത്തേക്ക് അടുപ്പിക്കും. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായാണ് ചരക്കു കപ്പൽ എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം ആദ്യ ചരക്ക് കപ്പലിന് സ്വീകരണം നൽകും. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുത്തപ്പോൾ സ്വീകരിച്ച മാതൃകയിൽ പൊതുജനങ്ങൾക്കും പരിപാടി നേരിട്ട് കാണാൻ അവസരമൊരുക്കും. തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനുകൾ ഉപയോഗിച്ച് മദർഷിപ്പിലെ കണ്ടെയ്നറുകൾ ചെറിയ കപ്പലിലേക്ക് മാറ്റിയാണ് ട്രയൽ നടത്തുന്നത്. ആദ്യ കപ്പലിൽ നിന്നും എത്തുന്ന കണ്ടെയ്നറുകൾ രാജ്യത്തിൻ്റെ വിവിധ തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നതിന് മാരിൻ അജൂർ, സീസ്പാൻ സാൻഡോസ് എന്നീ 2 ഫീഡർ കപ്പലുകൾ എത്തും. ഇതിൽ ഒരു കപ്പൽ 13 എത്തിച്ചേരുമെന്ന് അദാനി കമ്പനി സ്ഥിരീകരിച്ചു. 1ാം ഘട്ടത്തിലെ 800 മീറ്റർ നീളമുള്ള ബെർത്ത് നിർമ്മാണം പൂർത്തിയാകുകയാണ്. ഇതിൽ ഒരേ സമയം 2 കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയും. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് നിർമ്മാണം പൂർത്തിയായി. ഇതിൽ 400 മീറ്റർ പ്രവർത്തന സജ്ജമായി. തുറമുഖത്തെ ദേശീയപാത 66മായി ബന്ധിപ്പിക്കുന്ന 1.7 കിലോമീറ്റർ നീളമുള്ള 4 വരി പാതയുടെ ആദ്യ 600 മീറ്റർ നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കി റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പക്ഷിപ്പനി സംബന്ധിച്ച് പഠനസംഘം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് രോഗബാധ ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. വനങ്ങളിൽ പാർക്കുന്ന വൈറസ് സാന്നിധ്യമുള്ള പക്ഷികളിൽ നിന്നും നാട്ടിലെ താറാവുകളിലേക്കും മറ്റും കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലേക്കും രോഗം പടർന്നിരിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ബാധിച്ചിട്ടുള്ള പക്ഷിപ്പനി വൈറസിന്റെ ജനിതക പഠനം വിശദമായി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ എന്നും പഠനസംഘം വിലയിരുത്തി. ദേശാടന പക്ഷികളിൽ നിന്നും വൈറസ് പടർന്നിരിക്കാം. അസുഖം ബാധിച്ച പക്ഷികളുടെ വിൽപ്പനയിലൂടെയും അസുഖം ബാധിച്ച പക്ഷികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയത് കാരണവും വൈറസ് പടർന്നിരിക്കാം. പക്ഷിപ്പനി ബാധിച്ച് മരിച്ച പക്ഷികളുടെ അവശിഷ്ടങ്ങളും തീറ്റയും കാഷ്ടവും ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തത് രോഗവ്യാപനത്തിനിടയാക്കി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും തണ്ണീർമുക്കത്തിലും ബ്രോയിലർ ഇൻഡിക്കേഷൻ ഫാമുകളിലെ സൂപ്പർവൈസർമാരുടെ ഫാമുകളിൽ നിന്ന് മറ്റു ഫാമുകളിലേക്കുള്ള അനിയന്ത്രിതമായ സഞ്ചാരവും അസുഖം പടരുന്നതിന് കാരണമായി. ഫാമുകളിൽ രോഗം ബാധിച്ച കാക്കകൾ വഴിയും അസുഖം പടർന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻഡിക്കേഷൻ ഫാമുകളിൽ അസുഖമുണ്ടായ വിവരം അടുത്തുള്ള മൃഗാശുപത്രികളിൽ അറിയിക്കാൻ വൈകിയതിനാൽ പ്രതിരോധ നിയന്ത്രണ നടപടികൾ കൈക്കൊള്ളുന്നതിന് കാലതാമസമുണ്ടായി. രോഗം വ്യാപനം കൂട്ടിയതും റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷിപ്പനി ബാധിച്ച എല്ലാ ജില്ലകളിലെയും നിരീക്ഷണ മേഖലകളിൽ പക്ഷികളുടെ വിൽപ്പനയും കടത്തും അടുത്ത വർഷം മാർച്ച് അവസാനം വരെ നിരോധിക്കണമെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. നിരീക്ഷണ മേഖലയിൽ നിന്നും കോഴി, താറാവ്, ഇറച്ചി, മുട്ട, കാഷ്ടം എന്നിവ ഒരു കാരണവശാലും 2025 മാർച്ച് മാസം അവസാനം വരെ പുറത്തേക്ക് വിൽക്കരുത്. രോഗബാധിത ജില്ലകളിൽ ഈ കാലഘട്ടത്തിൽ പുതിയ താറാവുകളെയോ കോഴികളെയോ റീസ്റ്റോക്ക് ചെയ്യരുത്. സർക്കാർ ഫാമുകളിൽ ഉൾപ്പെടെയുള്ള ഹാച്ചറുകൾ മാർച്ച് വരെ അടച്ചിടണമെന്ന് നിർദ്ദേശിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോ കപ്പ് ഫുട്ബോൾ ഫൈനൽ ലക്ഷ്യവുമായി മുൻ ചാമ്പ്യന്മാർ നേർക്കുനേർ. 4ാം കിരീടം ലക്ഷ്യമിടുന്ന സ്പെയിനും 2 വട്ടം കിരീടമുയർത്തിയ ഫ്രാൻസുമാണ് സെമിയിൽ പോരാടുന്നത്. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് മത്സരം. പരാജയമറിയാതെയാണ് ഇരു ടീമുകളും മുന്നേറിയത്. സ്പെയിൻ ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയെ വീഴ്ത്തി സെമിയിൽ സ്ഥാനമുറപ്പിച്ചപ്പോൾ ഫ്രാൻസ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ മറികടന്നു. ചാമ്പ്യൻഷിപ്പിൽ 5 മത്സരങ്ങളും ജയിച്ച ഏക ടീമാണ് ലൂയിസ് ഡാ ലാ ഫൂന്തയുടെ സ്പെയിൻ.
അതുകൊണ്ട് തന്നെ സ്പെയിനിനാണ് കളിയിൽ നേരിയ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. യൂറോ ചരിത്രത്തിൽ ഇതുവരെ ആരും നേടിയിട്ടില്ലാത്ത തുടരെ 6 ജയമെന്ന റെക്കോർഡാണ് ടീമിനെ കാത്തിരിക്കുന്നത്. ലൂയിസ് എൻട്രിക്കയ്ക്ക് ശേഷം സ്ഥാനമേറ്റ ഫ്യൂന്തെ തന്ത്രങ്ങളിൽ വരുത്തിയ മാറ്റമാണ് ഫലങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പന്ത് കൂടുതൽ വരുതിയിൽ നിർത്തുന്ന ടിക്കി ടാക്ക ശൈലിയിൽ നിന്നും ടീം ഏറെ മാറി. ജർമ്മനിക്കെതിരെ 48%, ക്രൊയേഷ്യക്കെതിരെ 47% മാത്രമായിരുന്നു ടീമിൻ്റെ പൊസിഷൻ. വേഗമേറിയ പാസുകളും മുന്നേറ്റങ്ങളുമാണ് പുതിയ ടീമിൻ്റെ മുഖമുദ്ര. ഇതുവരെ മത്സരിച്ച 5 യൂറോ സെമികളിൽ 4ലും സ്പെയിനിന് ജയിക്കാനായി. കഴിഞ്ഞ തവണ ഇറ്റലിയോട് തോറ്റു. 2012 അവസാനമായി യൂറോ കിരീടം നേടിയത്. 4ാം ഫൈനലാണ് ദിദിയർ ദഷോമിൻ്റെ ഫ്രഞ്ച് ടീം ലക്ഷ്യമിടുന്നത്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയോട് തോറ്റതിനു ശേഷം ടീമിൻ്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. യൂറോയിലും തപ്പിത്തടഞ്ഞുമായിരുന്നു ഫ്രഞ്ച് മുന്നേറ്റം. ഗ്രൂപ്പിൽ ഓസ്ട്രിയയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനക്കാരായാണ് 2ാം റൗണ്ടിലെത്തിയത്. പ്രീ ക്വാർട്ടറിൽ ബെൽജിയത്തിനെതിരെ വിജയം നേടിയത് സെൽഫ് ഗോളിലാണ്. ഗോൾ രഹിത സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ മറികടന്നു. ഗോൾ വരൾച്ച നേരിടുന്ന ഫ്രാൻസിന് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയുടെ മോശം ഫോം ആശങ്കയുണർത്തുന്നു. പെനാൽറ്റി ഗോളിലും സെൽഫ് ഗോളിലുമാണ് ടീം ഇതുവരെ വിജയം നേടിയത്. കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ലോക ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ഇറങ്ങും. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 തുടങ്ങുന്ന സെമിയിൽ കാനഡയാണ് എതിരാളികൾ. അർജന്റീനയ്ക്കും കോപ്പയ്ക്കും ഇടയിലെ ദൂരം ഒറ്റ മത്സരത്തിലേക്ക് ചുരുക്കാനാണ് അർജന്റീന ഇറങ്ങുന്നത്. എന്നാൽ ഇതുവരെ പതിവ് മികവിലേക്ക് ഉയരാനായിട്ടില്ല നിലവിലെ ചാമ്പ്യന്മാർക്ക്. എതിരാളികൾ കാനഡ ആയതിനാൽ ലിയോണൽ മെസ്സിക്കും സംഘത്തിനും സെമിയിൽ കാര്യമായ ആശങ്കകളില്ല. കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ലോക ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ഇറങ്ങും. ഉദ്ഘാടന മത്സരത്തിൽ 2 ഗോളിന് തോറ്റെങ്കിലും ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ അർജന്റീനയെ അട്ടിമറിച്ചാലും അത്ഭുതപ്പെടേണ്ടതാണ് കാനഡ പരിശീലകൻ ജെസ്സ മാർഷിൻ്റെ മുന്നറിയിപ്പ്. ക്വാർട്ടറിൽ ഗോളടിക്കാൻ പാടുപെട്ട അർജന്റീന ഷൂട്ടൌട്ടിലാണ് ഇക്വഡോറിനെ മറികടന്നത്. ടീമിൻ്റെ പ്രകടനത്തിൽ കോച്ച് ലിയോണൽ സ്ക്ലോണി ഒട്ടും തൃപ്തനല്ല. അതുകൊണ്ട് തന്നെ കാനഡയ്ക്കെതിരെ ടീമിൽ കാര്യമായ അഴിച്ചുപണിയുണ്ടാവുമെന്നുറപ്പാണ്. മുന്നേറ്റത്തിൽ നിക്കോ ലോൺസാലസ്, ലൗരാറ്റോ മാർട്ടിനസ് എന്നിവർക്ക് പകരം ഏഞ്ചൽ ഡി മരിയയും ജൂലിയൻ അൽവാരസും മധ്യനിരയിൽ, എൻസോ ഫെർണാണ്ടസിന് പകരം ജിയോവനി ലൊസെൻസോയും ലിയാൻഡ്രോ പരഡസോ ടീമിലെത്തും. ഗോളി എമി മാർട്ടിനസിനും പ്രതിരോധ നിരയ്ക്കും ഇളക്കമുണ്ടാവില്ല. ടൂർണമെൻറ്റിൽ ഇതുവരെ ഗോൾ കണ്ടെത്താനാവാത്ത മെസ്സി പരിക്കിൽ നിന്ന് മുക്തനായി യഥാർത്ഥ ഫോമിലേക്ക് എത്തിയാൽ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാവും. വെനസ്വലയെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നാണ് കാനഡ സെമിയിലേക്ക് മുന്നേറിയത്. ചിലിക്കാരനായ പിയറോ മാസ ആകും അർജന്റീന കാനഡ സെമി പോരാട്ടം നിയന്ത്രിക്കുക. ഇതിനു മുമ്പ് മാസ നിയന്ത്രിച്ച 2 കളിയിലും അർജന്റീന ജയിച്ചിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.